മരുതറോഡ് പഞ്ചായത്തിലെ കല്ലേപ്പുള്ളി ഭാഗത്ത് നേരിടുന്ന രൂക്ഷമായ കുടിവെള്ളക്ഷാമത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട പഞ്ചായത്ത് മെമ്പറും കോൺഗ്രസ് പഞ്ചായത്ത് പാർലമെന്ററി പാർട്ടി നേതാവുമായ എം സജിത്ത് വാട്ടർ അതോറിറ്റി സൂപ്രണ്ടോ എഞ്ചിനീയറിന്റെ ഓഫീസിന് മുമ്പിൽ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചു. 700ഓളം ജനങ്ങൾ താമസിക്കുന്ന ഭാഗമായ ആശാരിത്തറ കല്ലേപ്പുള്ളി പ്രദേശത്ത് കഴിഞ്ഞ 8 മാസമായി കുടിവെള്ളം കിട്ടാനില്ല. ഇതുമായി ബന്ധപ്പെട്ട പലതവണയായി നിരവധി സമരങ്ങൾ നടത്തിയിട്ടും ഇതുവരെയും യാതൊരു പരിഹാരവും ആവാത്തതിനെ തുടർന്നാണ് അവസാനം നിരാഹാര സമരത്തിലേക്ക് എത്തിയതെന്ന് വാർഡ് മെമ്പർ എം സജിത്ത് പറഞ്ഞു. സമരങ്ങൾ നടത്തുമ്പോൾ മാത്രം 2-3 ദിവസം വെള്ളം വരും, അതുകഴിഞ്ഞാൽ വീണ്ടും വെള്ളം കിട്ടാത്ത അവസ്ഥയാണെന്നും ഇനിയൊരു ശാശ്വതമായ പരിഹാരം ലഭിച്ചാൽ മാത്രമേ ഈ നിരാഹാര സമരം അവസാനിപ്പിക്കുകയുള്ളൂ എന്നും ഇല്ലെങ്കിൽ മരണം വരെയും സമരം ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. അതായത് കഴിഞ്ഞ 8 മാസത്തോളമായി ഈ പറയുന്ന പ്രദേശത്ത് എൻ്റെ വാർഡിലെ കല്ലേപ്പുള്ളി പ്രദേശത്ത് കുടിവെള്ളമില്ല. 700ഓളം ആൾക്കാർ താമസിക്കുന്ന പ്രദേശമാണ് ഈ ആശാരിത്തറ കല്ലേപ്പുള്ളി പ്രദേശം. അവിടെ 8 മാസമായി ഈ പ്രശ്നം തുടങ്ങിയിട്ട്. കഴിഞ്ഞ 1-2 തവണ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറേയും സൂപ്രണ്ടിംഗ് എഞ്ചിനീയറേയും വന്ന് കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ 2 ദിവസമോ 3 ദിവസമേ വെള്ളം വരുള്ളൂ. അത് കഴിഞ്ഞാൽ വീണ്ടും പഴയ അതേ സ്ഥിതിയാണുള്ളത്. അപ്പോൾ അതിനൊരു ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ടാണ് നമ്മൾ ഈ അനിശ്ചിതകാല നിരാഹാരം തുടങ്ങിയത്. ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഈ നിരാഹാരം അവസാനിപ്പിക്കുള്ളൂ. അതിനുള്ള കാര്യങ്ങൾ സൂപ്രണ്ടിംഗ് എഞ്ചിനീയറെ ബോധിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം അതിന് വില്ലിംഗ് ആണെങ്കിൽ മാത്രമേ നമ്മൾ ഈ സമരം അവസാനിപ്പിക്കുള്ളൂ. അല്ലെങ്കിൽ മരണം വരെ നിരാഹാരം എന്നുള്ള സമരം തുടരുക തന്നെ ചെയ്യും. അതിനിപ്പോൾ ഒരാളുടെ മരണം കണ്ടേ നിങ്ങൾ ബാക്കിയുള്ളവർക്ക് വെള്ളം കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനും തയ്യാറാണെന്ന് പറഞ്ഞിട്ടാണ് ഇന്ന് മുതൽ ഇവിടെ ഈ സമരത്തിന് ഇരിക്കുന്നത്. ഇതിൻ്റെ ഇഷ്യൂ എന്നുള്ളത് വെള്ളമില്ലാത്ത പ്രശ്നമില്ല. ഈ വാട്ടർ അതോറിറ്റിയും ജലജീവൻ മിഷനും തമ്മിലുള്ള ഒരു ഇൻറ്റേർണൽ ഇഷ്യൂ ആണ്. ആ ഇഷ്യൂ പരിഹരിക്കേണ്ടത് ബഹുമാനപ്പെട്ട സൂപ്രണ്ടിംഗ് എഞ്ചിനീയറാണ്. അദ്ദേഹം പരിഹരിച്ച് ഞങ്ങൾക്ക് വെള്ളം തരാമെന്ന് രേഖാമൂലം എഴുതി ഉറപ്പ് തന്നാൽ മാത്രമേ നമ്മൾ ഈ സമരം അവസാനിപ്പിക്കുള്ളൂ. അല്ലെങ്കിൽ ഈ സമരം അവസാനിപ്പിക്കില്ല, അത് അനിശ്ചിതമായി തുടരും. അതിന് പിന്നുള്ള ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടി വരുന്നത് ഡിപ്പാർട്ട്മെൻ്റ് ആയിരിക്കും. വാൾവിന്റെ തകരാറ് വരികയും അത് ശരിയാക്കുന്ന പ്രവൃത്തികൾ നടക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് ഈ പ്രദേശങ്ങളിൽ കുടിവെള്ളം മുടങ്ങാൻ കാരണമെന്നും അതിന്റെ പ്രവൃത്തികൾ ഉടനെ ശരിയാക്കി ഒരു സമയക്രമം പാലിച്ചുകൊണ്ട് ഈ പ്രദേശങ്ങളിലെല്ലാം വെള്ളം കൊടുക്കാൻ പറ്റുമെന്നും വാട്ടർ അതോറിറ്റി സൂപ്രണ്ട് എഞ്ചിനീയർ സുരേന്ദ്രൻ പറഞ്ഞു. നേരത്തെ ഇത് പമ്പിംഗ് ലൈൻ ആയിരുന്നു, അത് മാറ്റി നമ്മൾ ടാങ്കിൽ നിന്ന് കൊടുക്കണം എന്ന രീതിയിലാണ് നമ്മളത് മാറ്റി കൊടുത്തായിരുന്നത്. അപ്പോൾ ഇവർ വെള്ളം കിട്ടാത്തതിൻ്റെ പേരിൽ 2-3 പ്രാവശ്യം സമരത്തിന് വന്നു. പക്ഷേ അന്നെല്ലാം നമുക്കത് ചെയ്യാൻ പറ്റി. പക്ഷേ പിന്നീട് വന്നത് ഒരു വാൾവിൻ്റെ തകരാറ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റിപ്പയർ വന്ന കാരണമാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വെള്ളം ശരിയായ രീതിയിൽ കൊടുക്കാൻ പറ്റാത്തത്. ഇപ്പോൾ അത് റെഡിയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇന്നലെ വെള്ളം കൊടുത്തിട്ടുണ്ട്. ഈ രീതിയിൽ നമുക്ക് വെള്ളം കൊടുക്കാൻ പറ്റുമെന്നാണ് വിശ്വാസം. അപ്പോൾ അത് നമുക്കൊരു സമയക്രമം വെച്ചുകൊണ്ട് നമുക്ക് ഈ പഞ്ചായത്തിലെ എല്ലാ ഭാഗത്തും വെള്ളം കൊടുക്കാൻ പറ്റും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഇല്ല, അത് പ്രാക്ടിക്കലായിട്ട് ശരിയല്ല. നമ്മളിപ്പോൾ ഇന്നലെ വാൾവ് റിപ്പയർ ചെയ്ത് വൈകുന്നേരം റിപ്പയർ ചെയ്തപ്പോൾ വെള്ളം കിട്ടി, അത് ശരി തന്നെയാണ്. പക്ഷേ അത് ടൈമിൽ രണ്ടും കൂടി ഈക്വലായി വരുന്നു എന്നുകൊണ്ടുള്ള ഇത് മാത്രമേ ഉള്ളൂ. ഇതെന്തായാലും ഇനി വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് വെള്ളം കൊടുക്കാൻ പറ്റുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. അനിശ്ചിതകാല നിരാഹാര സമരം മരുതറോഡ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഷൈജു സത്യൻ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മുരളി പൊന്നങ്കൽ, മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് രജനി സുനിൽ, പഞ്ചായത്ത് അംഗങ്ങളായ അബു താഹിർ, വിനീഷ്യസ് കുമാർ, നേതാക്കളായ ആർ വിഷ്ണുദാസ്, വിനോദ് കുമാർ, MP പ്രദീപ് കുമാർ, MP രാധാകൃഷ്ണൻ, ആർ അജീഷ്, മുരളീകൃഷ്ണൻ, അരുൺ, കേരളദാസൻ തുടങ്ങിയവർ സംസാരിച്ചു.